നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾ അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. വിഷ്ണു പറയൂ. കർണാടക ബാങ്ക് നല്ല ബാങ്ക് എന്ന സിറ്റുവേഷനിൽ ഞങ്ങൾ 160 രൂപയ്ക്കും കൺസിഡർ ചെയ്തു. ഇപ്പൊ അറൗണ്ട് 200 ഇരിക്കുന്നു. ഇപ്പവും കൺസിഡർ ചെയ്യുന്നു. ഈ സമയം ബുക്ക് വാല്യൂവിന് കുറവാ തന്നെ ഇരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ മുമ്പേ ഇരിക്കുന്ന ലിവിംഗ് എക്സാമ്പിൾ 35 രൂപയ്ക്ക് വാങ്ങി ഒരുപാട് വർഷമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഞങ്ങൾ വച്ചിരിക്കാന്ന് ഡിസൈഡ് ചെയ്തു. 160 രൂപയ്ക്ക് പോകുമ്പോൾ ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ലംപ ഒരു എമൗണ്ട് ഇടാമോ, ഒരു നോട്ടേ അവർ ഇട്ടിരിക്കുന്നു. വി ആർ നോട്ട് ക്രിട്ടിസൈസിങ് യുവർ ടിഫൻ കോഫി സ്ട്രാറ്റജി. ഈ സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് എന്ന് നിങ്ങൾ നോക്കി ഞങ്ങൾ മനസ്സിലാക്കി. ഇതിൽ ഞങ്ങൾ റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കുന്നു. ഇതിൽ ഞങ്ങൾ ലംബ ഇറങ്ങാമോ? ലംബായിട്ട് ഇടാൻ കാശുണ്ടെങ്കിൽ അതിന് നീ ബോണ്ടിലിട്ട് വർണ്ണ ഇൻട്രസ്റ്റ് നീ കർണാടക ബാങ്ക് വാങ്ങാം. അപ്പോൾ ആ റിസ്ക് എടുക്കണ്ട അല്ലേ സർ? എൻ്റെ അടുത്ത് ഒരു 5 ലക്ഷം രൂപ ഇരിക്കുന്നു. പക്ഷെ അടുത്ത 3 വർഷത്തിന് അതിന്റെ ആവശ്യമില്ല. എഫ് ഡിയിൽ പോകാനോ ഇല്ല ഗോൾഡ് ബീസിൽ പോകാനോ ഈ സമയം കൊണ്ട് ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ബോണ്ടിൽ ഇട്ടുകൊണ്ട് വർണ്ണ ഇൻട്രസ്റ്റിൽ മാസം നിങ്ങൾ ഗോൾഡ് ബീസ് വാങ്ങാം. അല്ലെങ്കിൽ ബോണ്ടിൽ ഇട്ടുണ്ട് വർണ്ണ ഇൻട്രസ്റ്റിന് ITC വാങ്ങാം. വർഷത്തിന് 45,000 രൂപ വരുമെങ്കിൽ 45,000 രൂപയ്ക്ക് ITC വാങ്ങാം. വർഷത്തിന് 45,000 രൂപ അല്ലേ സർ? ആ വർഷത്തിന്. അതിന്റെ ശേഷം ഈ 45,000 രൂപയ്ക്ക് ഡിവിഡൻഡും വരും. ആ ഡിവിഡൻഡിനെയും ITC വാങ്ങണം. സാർ നമ്മൾ പേരിച്ച് മാർക്കറ്റിനകത്തേക്ക് നമ്മൾ ഇരിക്കുന്നോ ഇല്ല ബുള്ളിഷ് മാർക്കറ്റ് മകം വന്നാ സാർ എനിക്ക് വേറെ എവിടെയെങ്കിലും നമ്മൾ തൊങ്ങിണ്ടിരിക്കുന്നോ എന്നോ കൂടെ ഏത് സിറ്റുവേഷനിലാലും നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നു. ഒരു ദിവസം മാർക്കറ്റ് കയറുന്നു, ഒരു ദിവസം മാർക്കറ്റ് പെട്ടെന്ന് ഇറങ്ങുന്നു. ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് പോലെ അറിയണില്ല സാർ. ഏർണിങ്സ് എവിടെയും പോയില്ല. ഏർണിങ്സ് ഭയങ്കരമായിട്ട് പോയെങ്കിൽ തന്നെ ബെയർ മാർക്കറ്റ് തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാർക്കറ്റ് കനോട്ട് ബി ഡിറ്റാച്ച്ഡ് ഫോർ ഇയർലി ഡി ഫോർ ലോങ്. ഈ ക്വാർട്ടർലി ഏർണിങ്സ് നല്ലല്ല. ഏർണിങ്സ് നന്നായി ഉണ്ടെങ്കിൽ അത് വേറാകും. ബുൾ മാർക്കറ്റ് വരുമെന്ന് പറയാം. ഏർണിങ്സ് കട്ടായില്ലാത്ത കാരണത്താൽ നമ്മൾ നടുവിൽ തൊങ്ങിയോണ്ടാണ് ഇരിക്കുന്നു. ഇറ്റ്സ് ലൈക്ക് എ ഫോൺ. ഇറ്റ്സ് ബിക്കോസ് ഏർണിങ്സ് ശരിയായില്ല എന്നതാണ് ഇപ്പോൾ നമ്മൾ മുഖ്യമായിട്ട് നോക്കേണ്ടത് അല്ലേ സർ? വാട്ട് ഈസ് ദി ഏർണിങ്സ്? ഏർണിങ്സ് ഈസ് ഗോയിങ് ഡൗൺ ബൈ 15%. PG ഇൻവൈറ്റിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രൈസ് അപ്രീഷിയേറ്റ് ആകുന്നത് ഡിപ്രീഷിയേറ്റ് ആകുന്നതൊക്കെ നിങ്ങൾ ഇപ്പോൾ നോക്കുന്നില്ല. ഡിവിഡൻഡ് കൊടുത്തോണ്ടിരിക്കുന്നു, പിന്നെ സന്തോഷമാ വാങ്ങുന്നു. അതുപോലെ ഡിവിഡൻഡിന് വേണ്ടി ഇതിനെ കൺസിഡർ ചെയ്യാമോ? ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ. ദോസ് ഇപ്പോൾ 80 രൂപ ഇരുന്ന് ഞാൻ കണ്ടു. ആൾറെഡി 4 വർഷത്തിൽ നിന്ന് 5 വർഷത്തിനകം 35 40 രൂപ വാങ്ങിയിരിക്കും. ഇരുന്നാലും 40 രൂപ മറന്നുകൊണ്ട് വില ഇറങ്ങിയെന്ന് പറഞ്ഞ് വിഷമിക്കും. ഇഫ് യു ഹാവ് മോർ ദാൻ എ ലാക്ക് ബോണ്ടിലിട്ട് നീ കാശ് എടുക്കാൻ നോക്ക്. ഈ ബോണ്ടിലിട്ട് കാശ് എടുക്കാൻ സാർ പറയുന്നു. അതിനെ എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്ന് ഒന്ന് പറഞ്ഞില്ലേ സാർ? എൻ്റെ അനിയൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിനെ ചെക്ക് ചെയ്തു. അതിൽ നോക്ക്, അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. സാറുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്കിനെ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അത് നിങ്ങൾ നോക്കി യൂസ് ചെയ്തു. അതിൽ താഴെ ഒരു ലിങ്ക് ഇരിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ, ബോണ്ട്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വിനോദ് സാറിന് അടുത്ത് ചോദിക്കാം. ഓക്കെ സർ. ടാറ്റ കെമിക്കൽസ് ഇത് വന്നിട്ട് അണ്ടർ വാല്യൂഡ് ആയിരിക്കുന്ന ഇല്ല കൂടുതലായിട്ടിരിക്കുന്ന ഒക്കെ പറഞ്ഞപ്പോൾ സാർ ഇത് കൂടുതലായിരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. അത് കൂടുതലായിരിക്കുമെന്ന് ടെക്നിക്കലായി നോക്കിയാൽ അതിൻ്റെ ഏർണിങ്സ് കുറഞ്ഞിരിക്കുന്നു. ഏർണിങ്സ് കുറഞ്ഞതാ ബിക്കോസ് സോഡിയം ബൈകാർബണേറ്റ് പ്രൈസ് കുറഞ്ഞായിരുന്നു. ബാഷിൻ്റെ പ്രൈസും കുറഞ്ഞായിരുന്നു. സോ നോർമൽ സിറ്റുവേഷനിൽ അണ്ടർ വാല്യൂഡ് ഇല്ല എന്ന് പറയുന്നു. ഇത് റിക്കവറി ആയെങ്കിൽ ദ കമ്പനി വിൽ ഡു എക്സ്ട്രീംലി വെൽ. അത് കാരണം ഇതിൽ ഒരുപാട് അസറ്റ്സും ഇരിക്കുന്നു. ഇത് കാരണം 1000 രൂപയ്ക്ക് ഇരുന്നെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഈ വാർ എസ്കലേഷൻ എന്നുള്ള കാര്യം വന്ന ഉടനെ സാർ ഈ ഡിഫൻസ് സെക്ടർ സ്റ്റോക്സ് ഒക്കെ പെട്ടെന്ന് മേലെ കയറി സാർ. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ വിട്ടോ എന്നൊരു പേടിയും ഇരിക്കുന്നു സാർ. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വിട്. എടുത്തു വന്ന് LNT വാട്ടറിൽ ടാറ്റ മോട്ടോഴ്സ് ഇരുന്നെങ്കിൽ വാർ ദെയർ ഓൺ വ്യൂ ഡിഫൻസ്. സാർ അപ്പൊ ഇത്രയും വച്ചിരുന്നാലും അത് ഡിഫൻസാ സാർ? ടാറ്റ മോട്ടോഴ്സും അത് ഡിഫൻസിനകത്ത് വരും. ടാറ്റ പവേഴ്സും സപ്ലൈ ചെയ്യുന്നു. ഓഡ്രേജ് ഇൻഡസ്ട്രീസ് സപ്ലൈ ചെയ്യുന്നു. ഡിന്യൂന്നും ഞാൻ പറഞ്ഞായിരുന്നു, അതും സപ്ലൈ ചെയ്യുന്നു. സാർ ആർമിക്ക് മഹേന്ദ്രയും ട്രക്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നല്ലേ, അതും കൺസിഡർ ചെയ്യാമോ? ട്രക്സ് മാത്രമല്ല, ദേ ആർ സെയിലിംഗ് ആർമഡ് പേറ്റഡ് വെഹിക്കിൾസ്. ടാറ്റ പവർ വന്നിട്ട് മിസൈൽ സിസ്റ്റമിന് ഏതോ സ്പെഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഓഡ്രേജ് എഞ്ചിനീയറിങ്ങിന് ഏതോ ഡിസൈൻസ് ഏതോ കൊടുക്കുന്നു. LNTയും ഡിഫൻസിലിരിക്കുന്നു. If you own this company, you own that stocks also. എഡ്യൂക്കേഷൻ സെറ്റാണ് സാർ എങ്ങനെ നോക്കുന്നു? അത് എപ്പോഴും നമുക്കൊരു എവർഗ്രീൻ സെറ്റാ എന്നല്ലോ. പോപ്പുലേഷൻ കുറഞ്ഞുവെങ്കിൽ, അതായത് സൗത്തിൽ പോപ്പുലേഷൻ കുറഞ്ഞുവെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടർ ഗാലിയാകും. ഞങ്ങൾ ഏരിയയിൽ 3 പ്രൈവറ്റ് സ്കൂൾ എടുത്ത് മൂടിയായിരുന്നു. ഓൾഡ് ബിൽഡിംഗ് ഓൾഡ് സ്കൂൾസ് ആണ്. 25 വർഷം 30 വർഷം നടന്ന സ്കൂളെല്ലാം ആളില്ല എന്ന് പറഞ്ഞു അതിന് പൂട്ടിക്കൊണ്ട് പോയായിരുന്നു. എക്സ്പെക്ട് സം വെരി ഫ്യൂ സ്കൂൾസ്. നമ്പർ ഓഫ് സ്കൂൾസ് ഇൻ തമിഴ്നാട് വിൽ കം ഡൗൺ. കാരണം എഡ്യൂക്കേഷൻ സെക്ടർ വളരെ നന്നായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബൈജൂസിനെ ക്ലോസ് ചെയ്തതുപോലെ എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് വേണ്ട സ്റ്റേജിൽ തന്നെ ഇരിക്കുന്നു. ഫോർ എവ്രി വൺ എക്സെപ്റ്റ് സം. സ്കൂൾ കോളേജസിന് ഇതിന് നോക്കി പേടിക്കാൻ ഒരു അർത്ഥം ഇരിക്കുന്നു സാർ. ബട്ട് ഓൺലൈൻ മാറുന്നു എന്ന കാരണത്താൽ ബൈജൂസ് അവരെ ഇപ്പോൾ ദിവാലാകുന്ന സിറ്റുവേഷനിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സെക്ടറെ വിശ്വസിക്കാൻ പറ്റാതെ പോകുമോ സാർ? അങ്ങനെയല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അതുപോലത്തെ കമ്പനി അവിടെ ഇല്ല. ഇപ്പോൾ ഖാൻ അക്കാഡമിയിൽ നിങ്ങൾ ഇടാൻ പറ്റത്തില്ല.
അക്കാഡമി പോലെ കമ്പനി ഇരുന്നാൽ തന്നെ നിങ്ങൾ ഇടാൻ പറ്റും. അതിപ്പോ BYD എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനി, അവർ സ്റ്റേറ്റ് കൺട്രോളിൽ തന്നെ അവർ ഇരിക്കുന്നു. ടൈറ്റായ സിറ്റുവേഷനിൽ ഇരിക്കുന്ന അവരിനെ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ കാരണം എന്താ സർ? അവർ വന്നിട്ട് ഡോമിനന്റ് ഫോഴ്സ്, മാർക്കറ്റെ അവർ തന്നെ ഡോമിനേറ്റ് ചെയ്യുന്നു. ടെക്നോളജി അവരെടുത്ത് തന്നെ ഇരിക്കുന്നു. ടെക്നോളജിയുടെ ഫ്യൂസ് എടുത്തെങ്കിൽ അത് പോകും. സോ ഐ ഹാവ് എ സ്മാൾ പോർഷൻ ഇൻ ദാറ്റ് കമ്പനി. ടെക്നോളജി തന്നെ സർ, ചൈനയിൽ ഇരിക്കുന്ന അതോറിറ്റേറിയൻ റൂൾ അതൊക്കെ സാർ കൺസിഡർ ചെയ്തില്ലേ? ഡെഫിനറ്റ് ആയിട്ട് അതിനെ നോക്കുന്നു. ബട്ട് ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അവന് കോമ്പറ്റീഷനേ ഇല്ല. അവൻ എല്ലാ സ്ഥലങ്ങളിലും ഫാക്ടറി വച്ചിരിക്കുന്നു. ചൈന ഗവൺമെൻറ് വിൽ നോട്ട് ടച്ച് ദി കമ്പനി. എന്തെന്ന് വെച്ചാൽ അവർ ചൈനീസ് ഗവൺമെൻറ്റിന് വളരെ ക്ലോസ്. എൻറ്റയർ ലോകത്തിന് അവൻ തന്നെ ബാറ്ററി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവൻ ടെസ്ലയ്ക്കും അവൻ തന്നെ ബാറ്ററി സപ്ലൈ ചെയ്യുന്നു. ഓക്കെ സർ, ഒരു 3 US സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങൾ ഒപ്പീനിയൻ പറയണം. ഒന്ന് Wolfspeed എന്ന കമ്പനി, എനിക്ക് അറിയത്തില്ല, അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ല. മറ്റത് വന്നിട്ട് നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി ഓവർ പ്രൈസ് എന്ന് പറഞ്ഞതായിട്ടാണ് എനിക്ക് ഓർമ്മ. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് കറക്റ്റായിട്ട്. ഐ എം നോട്ട് സീൻ ദാറ്റ് കമ്പനി. PVR INOX വന്നിട്ട് പ്രീ കോവിഡ് ലെവൽസിൽ ഇപ്പൊ വന്നിരിക്കുന്നു എന്ന് പറയുന്നു സർ. അവാർഡ് ചെയ്യൂ സർ. എന്തെന്ന് വെച്ചാൽ സിനിമ തിയേറ്ററിന് ആരും പോകത്തില്ല. കോൺഫറൻസ് എല്ലാം നടക്കുന്നു സർ. കോൺഫറൻസ് എവിടെ വേണമെങ്കിലും നടത്താം, ഹോട്ടലിലും കൂടെ നടത്താം. ഓക്കെ സർ, ഫൈൻ. സിനിമ തിയേറ്റർ എന്ന് പറയുന്നത് ഡൗൺഗ്രേഡ് ആയിട്ടിരിക്കുന്നത്, ഇതിന്റെ അടുത്ത് പോകാതിരിക്കുന്നത് ബെറ്റർ ആണ് സർ. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ശ്രീറാം ഫിനാൻസിനെ കുറിച്ച് സാറിന്റെ ഒപ്പീനിയൻ എന്തെന്ന് ചോദിക്കുന്നു. സർ, ഓണർഷിപ്പ് ക്ലിയർ ആയിട്ടില്ല. ത്യാഗരാജന് 86 വയസ്സായി. ത്യാഗരാജൻ ആര് ഓണർ എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും പ്രോബ്ലം ഇരിക്കുന്നത് പോലെ സാറിന് തോന്നുന്നില്ലേ സർ? വേറെ എന്ത് പ്രോബ്ലവും ഇല്ല. ഓണർഷിപ്പ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ഷനും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. സർ, അടുത്തത് വന്നിട്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? ഇത് വൺ ഓഫ് ദി മിനി സെറ്റ് ബാങ്ക്സ്, പബ്ലിക് സെക്ടർ ബാങ്കിനെ പോലെ വൺ ഓഫ് ദി മിനി സെറ്റ് ബാങ്ക്. ആന്ധ്ര ബാങ്കിന്റെ തലയിൽ ആദ്യം കെട്ടിയിട്ടായിരുന്നു. ആന്ധ്ര ബാങ്ക് വാസ് വെരി സിക്ക്. ഒരു അൽഹിയ വെജിറ്റബിളിന്റെ ഒപ്പം ഒരു നല്ല വെജിറ്റബിളിന്റെ മിക്സ് ചെയ്തുവെങ്കിൽ അൽഹിയ വെജിറ്റബിൾ തന്നെ ഒരുപാട് വരുമേ അല്ലാതെ നല്ല വെജിറ്റബിൾ വരത്തില്ല. ഐസ് ടു ബുക്ക് വന്നിട്ട് ബിലോ ഒന്നിരിക്കുന്നു സർ. നിറച്ചു പേര് അത് അണ്ടർ വാല്യൂഡ് ആയതുകൊണ്ട് കൺസിഡർ ചെയ്യാമെന്ന് ചോദിക്കുന്നു സർ. അത് വന്നിട്ട് കനറ ബാങ്ക് ഹോൾഡ് ചെയ്യാം, ഓൾറെഡി ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നു. അതല്ലേ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു നേരത്തെ. ഇന്ത്യൻ ബാങ്ക് ബുക്ക് വാങ്ങി, കനറ ബാങ്ക് അടുത്ത സമയം ബുക്ക് വാങ്ങും. കസ്റ്റമർ അവർ തന്നെ. സിൻഡിക്കേറ്റ് ബാങ്കും വാങ്ങിയിരിക്കുന്നു. RBI ബാങ്ക് സർ. അതൊക്കെ സിക്ക് ബാങ്ക്. സീമെൻസ് ഗ്രൂപ്പിനെ കുറിച്ച് സാറിന്റെ ഒപ്പീനിയൻ എന്ത് സർ? അറിയത്തില്ല. ഓട്ടസ് ഹെൽത്ത് കെയർ സെറ്റപ്പിനെ കുറിച്ച് സാറിന്റെ ഒപ്പീനിയൻ എന്ത് സർ? അത് വന്നിട്ട് വിലവാശി കയറും. അപ്പോളയെ തവിർത്ത് വേറെ ഏത് ഹെൽത്ത് കെയറും സക്സസ്ഫുൾ ആയിട്ട് പ്രോഫിറ്റ് ചെയ്തതില്ല. ഇപ്പോൾ എന്തായെന്ന് വെച്ചാൽ പ്രൈവറ്റ് ഇക്വിറ്റി അതിൻ്റെ അകത്ത് പോയായിരുന്നു. കാരണം ഇപ്പോൾ എല്ലാം വന്ന് ആസ്ട്രോണമിക്കൽ വാല്യുവേഷൻ, ബിക്കോസ് പ്രൈവറ്റ് ഇക്വിറ്റി ഈസ് ഫിനാൻസിങ് പീപ്പിൾ ടു ബൈ. അട്രാസിലിരുന്ന ഫോർട്ടസ് ഹെൽത്തിന് വന്ന് ഇപ്പോൾ മുന്നത്തെ വാങ്ങിയായിരുന്നു. இன்னொரு വലിയ ചെയിൻ വാങ്ങും അവർ. ഈ ഫണ്ട്സ് വിൽ സക്സീഡ്, ഹു വിൽ നോട്ട് സക്സീഡ്. വാല്യുവേഷൻസ് വളരെ കൂടുതലായിരിക്കും. അതിൽ എൻ്റെ വാഹം പറ്റത്തില്ല. ഓക്കെ സർ, ഫിനോലെക്സ്. ഇപ്പോൾ വാല്യുവേഷൻ നോക്കണം. അതിൽ 2 കമ്പനി ഇരിക്കുന്നു. 2 കസിനും അടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നു. യാരിതിൽ ജയിക്കുമെന്നും അനുസരിച്ച് തന്നെ അവരെ കൺട്രോൾ അറിയാൻ പറ്റും. അനിയനും ചേട്ടനും അടിതടി ചണ്ട നടന്നുകൊണ്ടിരിക്കുന്നു കോർട്ടിൽ. ക്വിറ്റാസ് ബാങ്ക് പ്രൊമോട്ടറെ ഓടിപ്പോയി. ഇതിനെക്കുറിച്ച് എന്ത് സംസാരിക്കാം? ഓക്കെ സർ, റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് ഒരേ ഒരു ചോദ്യം പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. NISM സർട്ടിഫിക്കേഷൻ തീർത്തിട്ട് വന്നിട്ട് IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. സൈഡ് ബൈ സൈഡ് NISM പഠിച്ച് ആ സർട്ടിഫിക്കേഷൻ തീർത്തുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ സൈഡിൽ നമ്മൾ ഫിൽ ചെയ്യാമോ? NISM സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഹസിൽ ചെയ്യാം. ബ്രോക്കിങ്ങിൽ സൈഡിൽ ഇൻകം വരണമെന്ന് നോക്കിയാൽ വരത്തില്ല. If you are investor in stock market, you can be on both sides. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റിംഗ് മാത്രം നിങ്ങൾ ചെയ്യാം. You want to manage other people's money, you have to be a full timer, not a part timer. ഇത്ര തന്നെ സർ ചോദ്യം. താങ്ക് യു സർ, സാറിന്റെ സമയമെടുത്ത് ഈ ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന്. താങ്ക് യു ഫോർ യുവർ ടൈം സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷന് ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധക്കാർക്കും ഷെയർ ചെയ്ത് അവരെയും നോക്കാൻ പറയും. നന്ദി, നമസ്കാരം.